കൊല്ലം ആയൂർ സംസ്ഥാന പാതയിൽ മുഖത്തലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകവിഗ്രഹ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമാണ് മുഖത്തല മുരാരി ക്ഷേത്രം. മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് പ്രസിദ്ധിയാർജിച്ചത് എങ്കിലും ചതുർബാഹു രൂപത്തിൽ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്ര മൈതാനം കടന്നു ചെല്ലുമ്പോൾ വിശാലമായ ആനക്കൊട്ടിൽ കാണാം. ഈ ആനക്കൊട്ടിൽ ഇരുനിലയുള്ള കവാടമാളികയോട് ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. കവാടമാളികയുടെ വാതിലിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ, തിരുവിതാംകൂർ രാജമുദ്ര എന്നിവ കാണുവാൻ കഴിയും. തടിയിൽ കൊത്തുപണികളോടുകൂടിയ ഈ വാതിൽ ഇപ്പോൾ ലോഹസങ്കരം ഉപയോഗിച്ച് സ്വർണവർണ്ണം പൂശിയിട്ടുണ്ട്. കവാടം കടന്ന് മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർണ്ണ കൊടിമരവും ബലിക്കല്ലുമുണ്ട്. ഇവിടെയുണ്ടായിരുന്ന പഴയ കൊടിമരം മാറ്റി സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചത് 2018 മാർച്ച് 23-നാണ്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ബലിക്കല്ലാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ബലിക്കല്ലിന്റെ മുകൾ ഭാഗത്തിന് സമാന്തരമായാണ് ശ്രീകോവിലിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുടെ പീഠം സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാലമ്പലത്തിനകത്തോ നമസ്കാര മണ്ഡപത്തിനടുത്തോ നിന്നാൽ പ്രതിഷ്ഠയുടെ ദർശനം സാധ്യമാകില്ല. ശ്രീകോവിലിന്റെ സോപാനത്തിനരികിൽ നിന്നു മാത്രമേ പൂർണ്ണ ദർശനം സാധ്യമാകുകയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. മിക്ക ക്ഷേത്രങ്ങളിലും നാലമ്പല ഗോപുരം കടക്കുമ്പോൾ തന്നെ ദർശനം സാധ്യമെന്നിരിക്കെ ഇവിടുത്തെ പ്രതിഷ്ഠയുടെ ഈ പ്രത്യേകത മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും മുഖത്തല മുരാരി ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നു. വളരെ വിശാലമായ നാലമ്പലം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. നാലമ്പലത്തിന് ചുറ്റും വിളക്കുമാടവുമുണ്ട്. പ്രദക്ഷിണ വഴിയിൽ നിന്നും ബലിക്കല്ലിന് മുന്നിലൂടെ വേണം നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ബലിക്കൽ കഴിഞ്ഞ് ബലിക്കൽ പുര കാണാം.
തടിയിൽ നിർമ്മിതമായ ഇരുനിലകളോടുകൂടിയ ഈ ബലിക്കൽ പുര സമശീതോഷ്ണമായ അന്തരീക്ഷ താപനില പ്രദാനം ചെയ്യുന്നതാണ്. ഇവിടുത്തെ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിൽ ഭഗവാൻ മഹാവിഷ്ണു കിഴക്ക് ദർശനമായാണ് കുടികൊള്ളുന്നത്. ദിവസവും 5 പൂജയും ശീവേലിയും പതിവുള്ള ക്ഷേത്രമാണ് ഇത്. ശ്രീകോവിലിന്റെ വരാന്തയിലും തൂണുകളിലും എല്ലാം ധാരാളം കൊത്തുപണികളുണ്ട്. നമസ്കാര മണ്ഡപവും കൊത്തുപണികളോടുകൂടിയതാണ്. ശില്പകലാ വൈദഗ്ധ്യം ഈ ക്ഷേത്രത്തിന്റെ ഓരോ കോണിലും കാണാം. ദാരുശില്പങ്ങളാലും കൽശില്പങ്ങളാലും സമ്പന്നമാണ് ഈ ക്ഷേത്രത്തിന്റെ ഉൾവശം. ദ്രാവിഡ ശൈലിയിലുള്ള ശില്പങ്ങളാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതിനാൽ തന്നെ ചോള രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന വാദത്തിന് ശക്തിയേറുന്നു. മുഖതല മുരാരി ക്ഷേത്രം തന്നെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചരിത്രരേഖകളിൽ പെരുമാൾ സ്വാമി ക്ഷേത്രം എന്നാണ് ഉള്ളത്. മുരാരി ക്ഷേത്രമെന്നും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമെന്നും ഒക്കെ ആളുകൾ ഭക്തർ വിളിക്കാറുണ്ട്. ചരിത്രപരമായി ചോള രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇത് എന്നാണ് വിശ്വാസം. അതിൻ്റെ ഒരു നിഗമനത്തിലെത്താൻ കാരണം ഇതിനകത്തെ ശില്പങ്ങൾ, അതിൻ്റെ നിർമ്മിതി ആ കാലഘട്ടത്തേതുമായി സാദൃശ്യമുള്ളതാണ്. പിന്നെ ക്ഷേത്രത്തിനകത്തെ വിഗ്രഹത്തിന് തന്നെ പ്രത്യേകതയുണ്ട്. വിഗ്രഹം പുറത്ത് എവിടെ നിന്ന് നോക്കിയാലും ദൃശ്യമാവില്ല. സോപാനത്തിന് മുന്നിൽ ചെന്നാൽ മാത്രമേ ക്ഷേത്രത്തിലെ വിഗ്രഹം ദൃശ്യമാവൂ. അതിന് കാരണം വലിയ ബലിക്കൽപ്പുരയുടെ മുകൾത്തട്ടിന് സമാന്തരമായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ പീഠം ഉറപ്പിച്ചിരിക്കുന്നത്. അത് മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത ഒരു പ്രത്യേകതയാണ്. രാജഭരണകാലത്ത് എന്നും കൂത്തും കൂടിയാട്ടവും നടന്നിരുന്ന ക്ഷേത്രമായിരുന്നു മുഖത്തല മുരാരി ക്ഷേത്രം. മുഖത്തല എന്ന സ്ഥലനാമത്തെക്കുറിച്ച് പല കഥകളും പറയപ്പെടുന്നുണ്ട്. വിശാലമായ നെൽപ്പാടങ്ങളുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഒരു കാലത്ത് ഇവിടമെന്നും മുഖത്ത് ഏല ഉള്ള സ്ഥലം എന്നർത്ഥത്തിൽ മുഖത്തേലയും പിന്നീട് അത് മുഖത്തലയും ആയിത്തീർന്നു എന്നാണ് ഒരു കഥ. ഇതിൽ നിന്നും വ്യത്യസ്തമായ പല സ്ഥലനാമ കഥകളും ഈ സ്ഥലപ്പേരുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നുണ്ട്. കേരളത്തെ ഏക വിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ പണ്ട് മുരൻ എന്ന അസുരൻ മുഖത്തലയിൽ വന്ന് പ്രദേശത്തുള്ള ഭക്തരെ ഒരുപാട് ദ്രോഹിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു ബാലനെ പോലെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും വടക്കടത്തില്ലെത്തുന്ന വീട്ടിൽ ചെല്ലുകയും അവിടെ ഒരു ദിവസം തങ്ങാനുള്ള ആവശ്യപ്പെടുകയും ചെയ്യുകയും അങ്ങനെ പുറത്ത് തങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാത്രിയിൽ വന്ന അസുരനുമായിട്ട് നല്ല യുദ്ധം ഉണ്ടാവുകയും അതിൽ അസുരനെ നിഗ്രഹിക്കുകയും ചെയ്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ഭഗവാൻ വരികയും അങ്ങനെ ഉള്ള ഒരു ഐതിഹ്യത്തോടുകൂടിയാണ് ഈ ക്ഷേത്ര നിർമ്മാണം ഇവിടെ ആരംഭിക്കുന്നത്. ഏകദേശം 3000ഓളം വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. മഹാവിഷ്ണു മുരൻ എന്നു പേരായ അസുരനെ വധിച്ച സമയത്ത്
അസുരന്റെ മുഖം വന്നു വീണത് ഇവിടെയാണെന്നും അതിനാൽ മുഖത്തലയായി എന്നുമാണ് മറ്റൊരു സ്ഥലനാമ കഥ. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള 12 കളഭം ഇവിടുത്തെ ആറാട്ടോത്സവം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. കുംഭമാസത്തിൽ രാജാവ് ക്ഷേത്രം സന്ദർശിക്കുന്ന അവസരത്തിൽ അത്യുഷ്ണം ഉണ്ടാവുകയും ആ അവസരത്തിൽ ചൂട് കാരണം രാജാവിന് ക്ഷേത്രത്തിൽ ദർശനം നടത്താനുണ്ടായ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയുണ്ടായി. ഈ അവസരത്തിൽ തന്ത്രിയുമായിട്ട് ആലോചിച്ച് ക്ഷേത്രത്തിൽ ഭഗവാന് ആ മാസം മുതൽ കളഭം, ചന്ദനം കൊണ്ട് കളഭം ചേർത്തുന്ന ഒരു ചടങ്ങ് ആരംഭിക്കുകയുണ്ടായി. അത് ശിവരാത്രിയോടുകൂടി ചടങ്ങ് ആരംഭിക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ ഒരു ചടങ്ങ് ഈ വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവരാത്രി നാളിൽ ആരംഭിക്കുന്ന കളഭ മഹോത്സവത്തിന്റെ 6ാമത്തെ ദിനത്തിൽ സപ്താഹയജ്ഞം ആരംഭിക്കുന്നു. കളഭ മഹോത്സവത്തിന്റെ 12ാം ദിവസം സപ്താഹയജ്ഞം സമാപിക്കും. തുടർന്ന് ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടക്കും. അതിനുശേഷം കൃഷ്ണനാട്ടം നടന്നു കഴിയുന്നതോടെ കളഭ മഹോത്സവ ചടങ്ങുകൾ പരിസമാപ്തിയിലെത്തും. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ചടങ്ങ് ഇപ്പോഴും തുടർന്നു വരുന്നു. മേടമാസത്തിലെ അത്തനാളിൽ കൊടിയേറി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെയുള്ളത്. മേടമാസത്തിലെ പൂരം നാളിൽ കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ നിന്നും വലിയ ഘോഷയാത്രയോടെ തിരുവാഭരണം എത്തിക്കുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും. ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് അരിയളവും അരിനിരത്തലും. 10 ദിവസത്തെ ഉത്സവത്തിന് ആവശ്യമായ അരി ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ വാതിൽ തുറന്ന് തന്ത്രി അളന്ന് നൽകുന്നതാണ് അരിയളവ് എന്ന ചടങ്ങ്. ഉത്സവനാളിൽ ഈ ചടങ്ങിന് വേണ്ടി മാത്രമാണ് ശ്രീകോവിലിന്റെ പടിഞ്ഞാറേ വാതിൽ തുറക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. നാഗർകാവിലാണ് അരിനിരത്തൽ എന്ന ചടങ്ങ് നടക്കുന്നത്. മുഖത്തല ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഓലയിൽക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞേ മുഖത്തല ക്ഷേത്രത്തിൽ ഉത്സവ കൊടിയേറ്റം നടത്തുള്ളൂ എന്നൊരാചാരവും ഇവിടെയുണ്ട്. ചെറിയ കുളത്തിനുള്ളിൽ മറഞ്ഞു കിടക്കുന്ന ശാസ്താ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കടുത്ത വേനലിൽ പോലും ഈ കുളം വറ്റാറില്ല. ഉത്രം നാളിലാണ് ഓലയിൽക്കാവ് ധർമ്മശാസ്താവിന് ഉത്സവം നടക്കുന്നത്. അതിന്റെ പിറ്റേ ദിവസം അത്തം നാളിലാണ് മുഖത്തല ക്ഷേത്രത്തിലെ കൊടിയേറ്റ് നടക്കുന്നത്. തിരുവോണ നാളിൽ ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ഇത്തിക്കര പള്ളിമൺ ആറുകൾ സംഗമിക്കുന്നതിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് തിരുവാറാട്ട് മാടൻ നടക്ഷേത്രം.
പടിഞ്ഞാറ് ദർശനമായി നടരാജ രൂപത്തിലുള്ള മാടൻ തമ്പുരാനാണ് പ്രധാന പ്രതിഷ്ഠ. അബ്രാഹ്മണർ പൂജ നടത്തുന്ന ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടം. ഈ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ലാത്ത ക്ഷേത്രമാണ്. പണ്ടുകാലത്ത് കാടുകളാൽ ചുറ്റപ്പെട്ട് മയിലുകളും കുരങ്ങുകളും അധിവസിച്ചിരുന്ന ഈ സ്ഥലം ഞങ്ങളുടെ പൂർവികന്മാർ വെട്ടിത്തെളിച്ച് ക്ഷേത്രം നിർമ്മിക്കുകയും ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു പൈൻ മരത്തിൻ്റെ ചുവട്ടിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന പൈൻമരത്തിന്റെ ചുറ്റുമുള്ള തറയുടെ മുകളിലേക്ക് ഭിത്തി കെട്ടി തിരിച്ച 4 വശത്തും വാതിലുകളുള്ള മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ഉച്ചാര മഹോത്സവത്തിന്റെ ആ ഒരു ദിവസം ഈ ക്ഷേത്രത്തിന്റെ 4 അമ്പല വാതിൽ തുറക്കാറുണ്ട്. 4 വാതിലുകളും തുറന്ന് ഭക്തർക്ക് ദർശനം അനുവദിക്കാറുണ്ട്. ശ്രീകോവിലിന്റെ 4 വശത്തും ദ്വാരപാലകരുടെ ശില്പങ്ങളുണ്ട്. പ്രധാന ശ്രീകോവിലിന് നേരെ മുൻപിലായി ബലിക്കല്ല്. അതിനു മുകളിൽ ഒരു നന്ദികേശ വിഗ്രഹവും ഉണ്ട്. മുൻകാലങ്ങളിൽ ഭക്തർക്ക് നേരിട്ട് നിവേദ്യം അർപ്പിക്കാനുള്ള അവസരവും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ നിർമ്മാല്യം കഴിഞ്ഞാൽ ഉടൻ മലർ നിവേദ്യം, അത് കഴിഞ്ഞ് 7 മണിക്ക് വെള്ള നിവേദ്യം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശർക്കര നിവേദ്യം, ഞായറാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം. ദിവസത്തെ ഊട്ടുക്രമം: കരിക്ക്, പഴം, ചക്ക, പാൽ, വാഴക്കുലകൾ, കോഴി, ആടുമാടുകൾ കൂടാതെ നാടൻ കാർഷിക വിളകളും ഇവിടെ നേർച്ച വസ്തുക്കളായി ഭക്തർ അർപ്പിക്കാറുണ്ട്. ശ്രീകോവിലിലെ പൈൻമരത്തിന്റെ ചില്ലകളിൽ സന്താനഭാഗ്യത്തിനായി ഭക്തർ കെട്ടിയ ധാരാളം തൊട്ടിലുകളും ഇവിടെ കാണുവാൻ കഴിയും. ചുറ്റമ്പലത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് മഹാഗണപതി. നാഗരാജാവും നാഗയക്ഷിയും ഇളമതിലിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നു.
വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഭദ്രാദേവി. വടക്ക് കിഴക്ക് വനദുർഗ. ചുറ്റമ്പലത്തിന് വെളിയിൽ തെക്ക് കിഴക്ക് യക്ഷിയും യോഗീശ്വരനുമുണ്ട്. ദേവിമാരുടെയും മഹാഗണപതിയുടെയും ഉപദേവാലയത്തിന്റെ മുന്നിലും ദ്വാരപാലകരെ കാണുവാൻ കഴിയും. ക്ഷേത്രമൈതാനത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പാല തറ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിന്റെ ചുവട്ടിലായി വിളക്ക് വയ്ക്കാറുണ്ട്. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട വിളവെടുപ്പ് ഉത്സവം എന്ന നിലയിൽ മകരം 28-നാണ് ഇവിടുത്തെ ആറാട്ടുത്സവം. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഉച്ചാര മഹോത്സവം എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഉത്സവത്തിന് ആനെഴുന്നള്ളിപ്പില്ലാത്ത ക്ഷേത്രമാണ് ഇത്. ആറാട്ടുത്സവത്തിന് തലേ ദിവസം നടക്കുന്ന തെരളി നിവേദ്യം വിശേഷ വഴിപാടാണ്. ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള കരകളിലെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന നെല്ലിൽ നിന്നും തയ്യാറാക്കുന്ന തെരളി ഭഗവാന് നിവേദിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുന്നു. തിരുനാൾ ദിവസം പെരിയപ്പുറം കുടുംബത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുമുടി ക്ഷേത്ര പൂജാരി തലയിലേറ്റിക്കൊണ്ടുവരികയും മാടൻ തമ്പുരാന് ചാർത്തി ദീപാരാധന നടത്തുകയും ചെയ്യുന്നതോടെ ഉത്സവത്തിന് സമാപനമാകുന്നു. ഈ ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭക്തർക്ക് ശിവലിംഗത്തെ നേരിട്ട് പൂജിക്കാൻ അവസരം ലഭിക്കുന്ന ചടങ്ങുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും ഈ പൂജ നടന്നു വരുന്നു. ഇത്തിക്കരയാറിൻ്റെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ശിവപൂജ എല്ലാ ശനിയാഴ്ചയും സ്ത്രീകൾ ഒന്നടങ്കം ശിവലിംഗം വച്ച് പൂജ എടുക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച. ഇവിടെ പ്രത്യേകിച്ച് നടത്തി വരാറുള്ള വിനായക ചതുർത്ഥിയും തുലാമാസത്തിലെ ആയില്യ പൂജയും വൻ വിശേഷമായിട്ടാണ് കണ്ടുവരുന്നത്. ശനിദോഷ നിവാരണമാണ് ഈ പൂജയിലൂടെ സാധ്യമാകുന്നത് എന്നാണ് ഭക്തജന വിശ്വാസം. അന്നേ ദിവസം ഇവിടെ എത്തുന്ന ഭക്തർക്കായി അന്നദാനവുമുണ്ട്.